അപ്പോൾ ഇതിന് ശേഷം വരുന്നൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓക്കെ നമ്മളൊരു കോളേജ് അല്ലെങ്കിൽ കോഴ്സ് എല്ലാം സെലക്ട് ചെയ്തു. പിന്നെ വരുന്നത് അതിന്റെ ഒരു ഫീസും അതിന്റെ ഒരു കാര്യങ്ങളുമാണ്. ഫിനാൻഷ്യൽ പാർട്ടാണ്. മേജർ കോഴ്സുകളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ പേ ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ ചില കോഴ്സുകൾക്കൊക്കെ സ്കോളർഷിപ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് എന്തെങ്കിലും ചേച്ചിക്ക് ആ. എന്തെങ്കിലും റിപ്പോർട്ട് അതെന്നാന്ന് വെച്ചാ ചെയ്യാനുണ്ടോ? എല്ലാ കോഴ്സുകൾക്കും സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇപ്പം നമുക്ക് സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് അങ്ങനെ കിട്ടുന്നതുണ്ടാവും. ശരി, അതല്ലെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടാവും. ശരി, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോവുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്ത്ന്ന് കൺസൾട്ടൻസികൾ അവര് പറയുന്ന രീതിയിലുള്ള ഒരു സ്കോളർഷിപ്പ് സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, അത് യൂണിവേഴ്സിറ്റിയുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ യൂണിവേഴ്സിറ്റി എത്ര കൊടുക്കുന്നു എന്നുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരി. ആ ഒരു ഫണ്ടിംഗ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് തന്നെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഓക്കെ. അതിനകത്ത് ചെക്ക് ചെയ്യാം. പിന്നെ ഉം. യുജി കോഴ്സുകൾക്ക് എങ്ങനെയാണെങ്കിലും ഒരു 10,00,000 മോളിലോട്ട് ഇയർലി ഫീസ് വരും. 14, 15,00,000 രൂപയെന്ന് പറയുന്നത് അവിടെ ഒരു നോർമൽ നോർമലാണ്. ഫീസാണ്. ഉം. അത് വരും. ഉം. പക്ഷെ അവരുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് അത്രയും ഫീസ് വരുന്നില്ല. ഓക്കെ, ഓക്കെ. പിന്നെ ഈ ലോൺ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പുറത്തേക്ക് പോണംന്നുണ്ടെങ്കിൽ, ഉം. ഇവിടെ പഠിക്കണമെന്നുണ്ടെങ്കിലും ഉം. ലോൺ എന്ന് പറയുന്നത് നമ്മൾ തന്നെ അതായത് കുട്ടികളും പേരൻസും തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ. അതല്ലാതെ ഏതെങ്കിലും കൺസൾട്ടൻസികളോ ഒന്നും ഇല്ല. ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമല്ല. ഉം. അപ്പൊ നമ്മളുടെ ബാങ്ക് ഏതാണോ അവരുമായിട്ട് കണക്ട് ചെയ്ത് കണക്ട് അത് ചെയ്താൽ. ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഉം. പിന്നെ നമുക്ക് ഒരു 7,50,000 രൂപ വരെ ഉള്ളൂ. നാട്ടിൽ പഠിക്കാനാണെങ്കിലും പുറത്ത് പഠിക്കാനാണെങ്കിലും ഒരു കൊളാട്രൽ ഇല്ലാതെ ആ, ആ. അതെ, അതെ. അവൈലബിൾ ഉം. ആയിട്ടുള്ളൂ. ലോൺ. അതിനകത്ത് ഈ 7,50,000 ഒരു 4,50,000 5,00,000 രൂപ വരെയൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് ഒക്കെ പോലെയുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ട് ബാങ്കുകൾ കൊടുക്കുള്ളൂ. ഉം. അതൊരു സിസ്റ്റമാണ്. അതങ്ങനെ ശരി. തന്നെയാണ്. പിള്ളേര് പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലേ ഉള്ളൂ പേയ്മെന്റ് പേയ്മെന്റ്. വരുവുള്ളൂ. അപ്പൊ ഉം. ഉം. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഉം. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ കൊളാട്രൽ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടി ലോൺ വരും. വേണം. ഓക്കെ. അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കിട്ടത്തൊന്നുമില്ല. അതിനകത്ത് ഓക്കെ, നമ്മൾ ഓക്കെ. ആ ഒരു പേയ്മെന്റ് നമ്മൾ തന്നെ ചെയ്യേണ്ടി നോക്കണം. വരും. ഫിനാൻഷ്യലി നമ്മളത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി.